Hi friends, welcome to Inspire. നമ്മൾ ഇന്ന് Polytechnic lecturer electronics എന്ന കേരള PSC വിളിച്ചിരിക്കുന്ന പോസ്റ്റിന് വേണ്ടിയുള്ള കോച്ചിങ്ങിന്റെ അടുത്ത ടോപ്പിക് അടുത്ത സബ്ജക്ട് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അനലോഗ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. First question ആണ്, given message signal m of t is equal to sine of 2000 pi of t and kf is equal to 100 kilohertz per volt, the bandwidth of fm is. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത് ആണ്. ഓപ്ഷൻ എ 204 kilohertz, ഓപ്ഷൻ ബി 202 kilohertz, ഓപ്ഷൻ സി 402 kilohertz and D none of the above. അപ്പോൾ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? മെസ്സേജ് സിഗ്നൽ തന്നിട്ടുണ്ട്, എം ഓഫ് ടി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, സൈൻ ഓഫ് 2000 പൈ ഓഫ് ടി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ ആണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ 100 കിലോഹെർട്സ് എന്നാണ് തന്നിരിക്കുന്നത്, 100 കിലോഹെർട്സ് പെർ വോൾട്ട്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഹെർട്സ് പെർ വോൾട്ടിനാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 100 കിലോഹെർട്സ് പെർ വോൾട്ടിലാണ്. അപ്പൊ ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനെന്താണ്, നമുക്ക് ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ അറിയാം. FM സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസി മോഡുലേഷൻ സിസ്റ്റത്തിന്റെ ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 times of ഡെൽറ്റ എഫ് പ്ലസ് FM എന്നാണ് നമ്മുടെ ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ ഇതിൽ നിന്ന് കുറെ ഡേറ്റാസ് നമുക്ക് ആവശ്യമാണ്. ഡെൽറ്റ എഫ് നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ അല്ല, അതുപോലെ തന്നെ FM നമുക്ക് ഇവിടുന്ന് ഡയറക്ട്ലി അവൈലബിൾ അല്ല. അപ്പൊ ഇവിടെ FM ഉം ഡെൽറ്റ എഫും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് FM-ലേക്ക് വരാം. അതുപോലെ തന്നെ FM ഓക്കെ, KF എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്? KF അതായത് ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ 100 കിലോ ഹെർട്സ് പെർ വോൾട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഡെൽറ്റ എഫിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ എഫിന് ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഡെൽറ്റ എഫ്? നമ്മുടെ ഫ്രീക്വൻസി ഡീവിയേഷന്റെ ഇക്വേഷൻ ആണ് KF ഇൻറ്റു AM, അതായത് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഡെൽറ്റ എഫ്, അതായത് ഫ്രീക്വൻസി ഡീവിയേഷന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ KF എന്താണ്? 100 കിലോഹെർട്സ് പെർ വോൾട്ട് ആണ്, 100 കിലോഹെർട്സ് പെർ വോൾട്ട് ആണ്. ഇൻറ്റു AM എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, മെസ്സേജ് സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ AM സൈൻ ഒമേഗ MT എന്നാണ് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ AM ഇവിടെ എന്താണ്? 1 ആണ്, അല്ലെ? 1 ഇൻറ്റു സൈൻ ഓഫ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ 1 തന്നെ വരും, അതായത് 1 വോൾട്ട്. അപ്പൊ ഇവിടെ ഫൈനലി ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എത്ര വരും? 100 കിലോ ഹെർട്സ് എന്നാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഡെൽറ്റ എഫിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഡെൽറ്റ എഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 100 കിലോ ഹെർട്സ് ആണ് നമുക്കിവിടെ ഡെൽറ്റ എഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി എന്താണ്, ഒരു പാരാമീറ്ററും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? FM ആണ്, അല്ലെ? FM ആണ് നമുക്ക്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന പാരാമീറ്റർ എന്താണ്? 2000 പൈ ഓഫ് ടി ആണ്. അപ്പം 2 പൈ എഫ് ആണ്, 2 പൈ എഫ് ആണ് നമുക്ക് ഇവിടെ എന്തായിട്ട് തന്നിരിക്കുന്നത്? 2000 പൈ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടുന്ന് എഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൈ ക്യാൻസൽ ആവും. 2000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 1000 ഹെർട്സ് എന്നുള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? FM ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ 2 പൈ FM ഇടാം. അപ്പൊ FM is equal to 1000 ഹെർട്സ് എന്നുള്ള പാരാമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് 100 കിലോ ഹെർട്സ് ആണ്, 100 കിലോ ഹെർട്സ് പ്ലസ് 1000 ഹെർട്സ്, 1000 ഹെർട്സ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 202 കിലോ ഹെർട്സ് എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ ബി. അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കുക. അപ്പൊ ബാൻഡ്വിഡ്ത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറെ വാല്യൂസ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഡെൽറ്റ എഫ് കണ്ടുപിടിക്കാൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെൽറ്റ എഫ് കിട്ടും. അതുപോലെ തന്നെ മെസ്സേജ് സിഗ്നലിൽ നിന്ന് 2000 പൈ ഒമേഗ MT എന്ന് പറയുന്നത് 2 പൈ എഫ് ആണ്. 2 പൈ എഫ് എന്ന് പറയുന്നത് 2000 പൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എഫ് എന്ന് പറയുന്നത് 1000 ഹെർട്സ് എന്ന് നമുക്ക് കിട്ടും. നേരെ ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. A carrier wave of 1 megahertz and amplitude 3 volt is frequency modulated by a sinusoidal modulating signal frequency of 500 hertz and a peak amplitude of 1 volt. The frequency deviation is 1 kilohertz. The peak level of the modulating waveform is changed to 2 kilohertz and 5 volt peak amplitude. The expression for the new modulation waveform is. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് കാരിയർ വേവ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് സിഗ്നലും ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ പാരാമീറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. എന്താണ് കാരിയർ വേവിൻ്റെത് 1 മെഗാഹെർട്സും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 വോൾട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാണ്? ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്യാൻ പോവാണ് വിത്ത് മോഡുലേറ്റിംഗ് സിഗ്നൽ. നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഫ്രീക്വൻസി എത്രയാണ്? 500 ഹെർട്സും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 വോൾട്ടും എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഡീവിയേഷൻ 1 കിലോ ഹെർട്സ് എന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ എന്താണ് അടുത്ത ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ വോൾട്ടേജിന്റെ വേവ് ഫോം 2 കിലോ ഹെർട്സ് ആയിട്ടും 5 വോൾട്ട് ആയിട്ടും നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നോർമലി ഉണ്ടായിരുന്ന 500 ഹെർട്സും 1 വോൾട്ടും ആയിരുന്നു, അതിപ്പോ 2 കിലോ ഹെർട്സ് ആൻഡ് 5 വോൾട്ട് പീക്ക് ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡുലേഷൻ ചെയ്തു വരുന്ന സിഗ്നലിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. കോസ് ഓഫ്, അപ്പൊ നോർമൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിന്റെ ഇക്വേഷൻ നോക്കാം. എഫ് എമ്മിന്റെ വി സി കോസ് ഓഫ് ഒമേഗ സി ടി പ്ലസ് വി എം കോസ് ഓഫ് ഒമേഗ എം ടി. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലേ, അപ്പൊ എന്താണ് കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യിക്കുന്നു. അതാണ് ഒമേഗ സി ടി മാത്രം ബ്രാക്കറ്റില്, ബാക്കി എന്താണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ അറിഞ്ഞിരിക്കണം? വി സി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് എക്സ്പ്രഷൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വി സി അറിയണം, അതുപോലെ തന്നെ ഒമേഗ സി ടി അറിയണം, വി എം അറിയണം, ഒമേഗ എം ടി അറിയണം അല്ലെ. വി സി നമുക്കിപ്പോ അറിയാം. വി സി എന്ന് പറയുന്നത് കാരിയറിന്റെ വോൾട്ടേജ് ആണ്. കാരിയറിന്റെ വോൾട്ടേജ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 3 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ആൻസർ നമുക്ക് ഷോർട്ട് ആയി കഴിഞ്ഞു. ഒന്നില്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആയിട്ട് മാറും. ഇനി എന്താണ് 3 cos of 2 pi 10,060. അപ്പൊ ഇതെന്താണ്? ഒമേഗ സി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 1 മെഗാ ഹെർട്സ് ആണെന്ന് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ. ഒമേഗ സി എന്ന് പറയുന്നത് എന്താണ്? 2 pi എഫ് അല്ലേ. 2 pi into f, അതായത് 1 മെഗാ ഹെർട്സ്. 1 മെഗാ എന്ന് പറയുന്നത് 10⁻⁶ ആണ്. അപ്പൊ 2 pi 10⁻⁶ പ്ലസ് അഗെയിൻ അടുത്ത എന്താണ്? വി എം ആണ്. വി എം ബൈ വി സി ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ വി എമ്മിന്റെ ഈ സ്ഥാനത്ത് ഇവിടെ എന്താണ്? നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ നോക്കാം, ബി എം മോഡുലേഷൻ ഇൻഡെക്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, സോറി, അതിന്റെ ഒരു ചേഞ്ച് വന്നിരുന്നു. മോഡുലേഷൻ ഇൻഡെക്സ് എം ഇൻറ്റു കോസ് ഓഫ് ഒമേഗ എം ഡി ആണ് നമ്മൾ ഇവിടെ വേണ്ടത്. മോഡുലേഷൻ ഇൻഡെക്സും കണ്ടുപിടിച്ചിരിക്കണം. ഫ്രീക്വൻസി മോഡുലേഷൻ ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പം എം ഇൻറ്റു കോസ് ഓഫ് ഒമേഗ എം ഡി ആണ്. എം കണ്ടുപിടിക്കുക. ഒമേഗ എം ടി നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നു എന്താണ്? 2 ഇൻറ്റു അതായത് 2 കിലോ ഹെർട്സ് ആണ്. അപ്പം 2 പൈയുടെ ടൈമിലേക്ക് ആക്കുമ്പോൾ അത് എന്ത് വരും? 4 pi into 10⁻³ എന്നാവും. അതായത് 2 pi f അല്ലേ. 2 pi f എന്ന് പറയുമ്പോൾ 2 into 2 4 ആയി. കിലോ എന്ന് പറയുന്നത് എന്താണ്? 10⁻³ ആണ്. അപ്പം ഈ ആൻസറിൽ ഇതും ഈക്വൽ ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് 2.5 ആണോ 5 ആണോ എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? നമുക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ പിന്നെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? കെ എഫ് ആണ് ഫ്രീക്വൻസി ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി. ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ നമ്മുടെ വി എം. ഓക്കെ, ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ വി എം ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടിരുന്നു. നമ്മൾ കണ്ടിരുന്ന ഡെൽറ്റ എഫിന്റെ ഇക്വേഷൻ ആയിട്ടാണ് കെ എഫ് ഇൻറ്റു എ എം അല്ലെങ്കിൽ വി എം. ഓക്കെ, റെപ്രസെന്റേഷൻ ഏതും ആയിക്കോട്ടെ. അപ്പൊ കെ എഫ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ എഫ് ബൈ വി എം. ഡെൽറ്റ എഫ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് 1 കിലോ ഹെർട്സ് ഡിവൈഡഡ് ബൈ വി എം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. കാരണം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആദ്യം 1 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും 1 കിലോ ഹെർട്സ് പെർ വോൾട്ട് എന്നുള്ളത് കിട്ടും. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന് ചേഞ്ച് ആവുന്നില്ല.
അപ്പൊ നമ്മളിപ്പം ഡെൽറ്റ എഫ് കണ്ടുപിടിക്കുവാണ്. അടുത്ത ചേഞ്ച് ആയിട്ടുള്ള കേസിന്റെ ഡെൽറ്റ എഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എ എം ആണ്, അല്ലെങ്കിൽ വി എം ആണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി എം ഇവിടെ 1 വോൾട്ടിൽ നിന്ന് എത്രയായിട്ട് ചേഞ്ച് ആയി? വി എം ഇവിടെ 1 വോൾട്ടിൽ നിന്ന് 5 വോൾട്ട് ആയിട്ട് ചേഞ്ച് ആയിരിക്കുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് കെ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, കോൺസ്റ്റന്റ് വാല്യൂ 1 കിലോ ഹെർട്സ് പെർ വോൾട്ട് ഇൻറ്റു വി എം എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. സോ നമുക്ക് ആൻസർ എന്ത് വരും? ഇവിടെ 5 കിലോ ഹെർട്സ് എന്നുള്ളതാണ് നമുക്ക് ഫ്രീക്വൻസി എന്ത് വരുന്നത്, ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 5 കിലോ ഹെർട്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം എന്നുള്ളതാണ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം, അതായത് ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഡെൽറ്റ എഫ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 5 കിലോ ഹെർട്സ് ആണ്. 5 കിലോ ഹെർട്സ് ആണ് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എഫ് എം ഇപ്പൊ എത്രയാണെന്ന് പറഞ്ഞേ? 2 കിലോ ഹെർട്സ് ആണ് അല്ലെ. എഫ് എം ചേഞ്ച് ചെയ്തിരിക്കുന്നത് 2 കിലോ ഹെർട്സിലേക്ക് ചേഞ്ച് ആയി. അപ്പം 5 കിലോ ഹെർട്സ് ഡിവൈഡഡ് ബൈ 2 കിലോ ഹെർട്സ് ചെയ്യുക. ആൻസർ എത്ര വരും? 2.5 എന്നുള്ള ആൻസർ ആണ് മോഡുലേഷൻ ഇൻഡെക്സ് വരുന്നത്. അപ്പൊ പാരാമീറ്റേഴ്സ് എല്ലാം ആയി. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. അപ്പം എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ബി സി എന്ന് പറയുന്നത് 3 ആണ്. നമുക്കത് ക്വസ്റ്റ്യനിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടി. കോസ് ഓഫ് ഒമേഗ സി ടി, അതായത് 2π എഫ് ടി എന്ന് പറയുന്നത് 2π ഇൻറ്റു 10�6, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. കരിയറിന്റെ വേവിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി മോഡുലേഷൻ നമ്മുടെ ഇൻഡെക്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അത് 2.5 ആണോ 5 ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അത് 2.5 ആയി. ബാക്കി എന്താണ്? ഒമേഗ സി എം ടി എന്നുള്ള 2π എഫ് എം ടി. അതിൽ നിന്ന് എഫ് എം നമുക്കറിയാം എന്താണ് 5 വോൾട്ട് ആയിട്ട്, സോറി എഫ് എന്ന് പറയുന്നത് 2 കിലോ ഹെർട്സ് ആയിട്ട് നമുക്ക് ഇവിടെ മാറി. അപ്പൊ 2 ഇൻറ്റു 2 4 ആയി. 4π ഇൻറ്റു 10⁻³ എന്നാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സബ്ജക്ട്, അതായത് ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഈ ഒരു പോളിടെക്നിക്കിന്റെ കോച്ചിങ് നടക്കുന്നുണ്ട്. ഇതുവഴി ഇതുവരെ ഡിസ്കസ് ചെയ്തത് 30 സെഷൻസിന് മുകളിൽ നമ്മളിപ്പോൾ കവർ ചെയ്തു. ഗെയിൻ ലെവലും അതുപോലെ തന്നെ PSU ലെവൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്, അനലോഗ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഈ 4 സബ്ജക്റ്റ് ആണ് ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അടുത്ത സബ്ജക്റ്റുകൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ് കാണാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഇപ്പൊ 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്താണ് ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ഈ ഒരു കോച്ചിങ് നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇപ്പോൾ 3000 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ എൻറ്റയർ കോഴ്സ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഡീറ്റെയിൽസിന് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ഇതിൽ വെച്ച് കാണാം. ബൈ, താങ്ക് യു.